കാടും കാട്ടാനയും വിഹരിക്കുന്ന വയനാട് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ്. രണ്ടാം ഊഴത്തിന് കച്ചമുറുക്കിയ രാഹുൽ ഗാന്ധി 60% വോട്ട് നേടി വിജയിക്കുമെന്നാണ് പ്രീ പോൾ സർവേ റിസൾട്ട്. UDFന്റെ അടിയുറച്ച കോട്ടയെന്നറിയപ്പെടുന്ന വയനാട്ടിൽ ഇതത്ര അത്ഭുതമല്ല. പക്ഷേ ഇത്തവണ എല്ലാവരും കരുതും പോലെ അത്ര ലളിതമാണോ കാര്യങ്ങൾ? രാഹുലിന് വിജയത്തിലേക്ക് കയ്യും വീശി നടന്നു കയറാനാകുമോ? പരിശോധിക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഇന്ത്യ മുന്നണിയിലെ രണ്ടു പ്രധാന പാർട്ടികളിലെ ദേശീയ നേതാക്കൾ പരസ്പരം കൊമ്പ് കോർക്കുന്നു എന്നതാണ് ഇക്കുറി വയനാടിനെ ശ്രദ്ധേയമാക്കുന്നത്. ഈ VVIP മത്സരത്തിന്റെ റിസൾട്ട് എന്താകുമെന്നറിയാൻ രാജ്യമൊട്ടാകെ ഉറ്റുനോക്കുന്നു. BJPയെ തോൽപ്പിക്കാൻ കച്ചകിട്ട് ഇറങ്ങിയ പാർട്ടികൾ പരസ്പരം പോർവിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടു പക്ഷത്തിനും രണ്ട് വാദങ്ങളാണ്. മോദിക്കെതിരെ ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അയാൾക്കെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത് മുന്നണി മര്യാദയ്ക്കെതിരാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വെവ്വേറെയാണെന്നും മറുഭാഗം വാദിക്കുന്നു. എന്തായാലും രാഹുലിന് വെല്ലുവിളി ഉയർത്തി CPI ദേശീയ നേതാവ് ആനി രാജയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മറുനാടൻ മലയാളിയല്ല ആനി. തനി കണ്ണൂർക്കാരി. CPIയുടെ വിദ്യാർത്ഥി വിഭാഗമായ AISFലൂടെയാണ് ആനി രാഷ്ട്രീയത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവ്. 22-ാം വയസ്സിൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിലെത്തി. പാർട്ടി നേതാക്കളുടെ പിഴവുകൾ പോലും പൊതു ഇടത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ധൈര്യശാലി. MM മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നിലവിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് ആനി. ജീവിത പങ്കാളിയായ D രാജ CPI ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. വയനാട്ടിൽ ആനിക്ക് നിരവധി അനുകൂല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനം മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എന്നതാണ്. മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം സ്ത്രീ വോട്ടർമാരാണ്. ഇവർ തങ്ങളിൽ ഒരാളായി ആനിയെ കണ്ടാൽ ഇടതിന് അത് ഗുണം തന്നെ ചെയ്യും. വയനാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ്. 2009-ലാണ് വയനാട് മണ്ഡലം നിലവിൽ വരുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ലയും പൂർണ്ണമായി ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2019 കണക്കുകൾ പ്രകാരം 14 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ആകെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ എന്നിങ്ങനെയാണവ. മണ്ഡല രൂപീകരണം മുതൽ കോൺഗ്രസിനോടാണ് വയനാടുകാർക്ക് അനുഭാവം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനായിരുന്നു. 2009-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ MA ഷാനവാസ് നേടിയ 1.5 ലക്ഷം വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്തെ റെക്കോർഡായിരുന്നു. UDFന്റെ ഉറച്ച കോട്ടയാണെന്ന വിശേഷണം അപ്പോൾ തന്നെ വയനാട് നേടി. അടുത്ത തെരഞ്ഞെടുപ്പിലും വയനാട് ഷാനവാസിനെ ചേർത്ത് പിടിച്ചു. എന്നാൽ ആദ്യത്തത്ര സ്നേഹമുണ്ടായിരുന്നില്ല. ഷാനവാസ് പോലും അമ്പരന്നുപോയി. കാരണം ഭൂരിപക്ഷം 20,000 വോട്ടായി കുത്തനെ കുറഞ്ഞു. 41.20% വോട്ട് നേടിയാണ് ഷാനവാസ് ആ വർഷം വിജയിച്ചത്. 38.9% വോട്ട് നേടി CPI സ്ഥാനാർത്ഥി സത്യം മൊഗേരി ശക്തമായ മത്സരം കാഴ്ചവെച്ചു. 2018-ൽ ഷാനവാസ് MP രോഗബാധിതനായി മരണപ്പെട്ടു. 2019-ൽ പൊതു തെരഞ്ഞെടുപ്പിന് മണ്ഡലമൊരുങ്ങി. ഇതോടെ വയനാടിന്റെ തലവര മാറി. UPAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി. അമേഠിയിലെ രാഹുലിന്റെ വിജയം ചോദ്യചിഹ്നമായതോടെയാണ് കോൺഗ്രസിന്റെ കണ്ണുകൾ വയനാട്ടിൽ പതിയുന്നത്. ഇതോടെ വയനാടിന് താരപദവി കൈവന്നു. രാഹുലിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി 20 പേർ മത്സരിച്ചു. പരമ്പരാഗത കോൺഗ്രസ് കോട്ടയിൽ രാഹുൽ വെന്നിക്കൊടി പാറിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അതുക്കും മേലെ സംസ്ഥാനത്തെ ഒട്ടാകെ ഞെട്ടിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പേരിലാക്കിയിരുന്ന അഹമ്മദിനെ ബഹുദൂരം പിന്നിലാക്കി 2019-ൽ രാഹുൽ തരംഗം ആഞ്ഞടിച്ചു. 4.25 ലക്ഷത്തിലധികം എന്ന റെക്കോർഡ് ഭൂരിപക്ഷം നൽകി രാഹുലിനെ വയനാട് എടുത്തുയർത്തി. കേരളമാകെ ആഞ്ഞടിച്ച രാഹുലിസത്തിൽ അക്കുറി കേരളത്തിൽ 20-ൽ 19 സീറ്റുകളും UDF സ്വന്തമാക്കി. ഇതിനിടയിൽ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രാഹുൽ ഗാന്ധിയെ സൂറത്തിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. രാഹുലിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി. ഇതോടെ 4 മാസത്തോളം വയനാടിന് MP ഉണ്ടായിരുന്നില്ല. നിരവധി നിയമയുദ്ധങ്ങൾക്ക് ശേഷം 2023 ഓഗസ്റ്റിൽ ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ അയോഗ്യത നീങ്ങുകയും ഓഗസ്റ്റ് 7-ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ഇക്കുറി 2019-ലെ സാഹചര്യമല്ല വയനാട്ടിലും ദേശീയ തലത്തിലുമുള്ളത്.
ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വയനാട്ടിൽ പൗരത്വ നിയമം, യൂണിഫോം സിവിൽ കോഡ്, കേരള സ്റ്റോറി വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ CPM പ്രതിഷേധ പരിപാടികൾ വ്യാപകമായി സംഘടിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അതിനെ സ്വാഗതം ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് മലബാറിലെ ന്യൂനപക്ഷത്തെ എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് തിരഞ്ഞെടുപ്പിൽ അറിയാം. എന്നാൽ രാഗ എഫക്റ്റിൽ ഇതൊക്കെ മറികടക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി മരണങ്ങൾ ഉണ്ടാകുന്നതും പട്ടയ പ്രശ്നവുമൊക്കെ മണ്ഡലത്തിൽ സജീവമാണ്. ഇതിലൊക്കെ നിലവിലെ MP എന്ത് ചെയ്തു എന്നത് ചോദ്യചിഹ്നമാണ്. വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി രാഹുൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവുമായാണ് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ വോട്ട് തേടുന്നത്. വിജയിച്ചാൽ മോദിജിയോട് പറഞ്ഞ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന K. സുരേന്ദ്രന്റെ പ്രസ്താവന പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടം ആണെന്നാണ് സുരേന്ദ്രന്റെ വാദം. ഇത്തരമൊരു വർഗീയ കാർഡിന് വയനാട്ടുകാർ എന്ത് മറുപടി കൊടുക്കുമെന്ന് ജൂൺ 4 അറിയാം.